ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എവിടെയാ പോന്നേ? പോവാ. ഊഞ്ഞാലുണ്ടാവുക. അപ്പോൾ നമുക്ക് പോവാ. അങ്ങനെ പാർക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി കാത്തുക. ഒരു വണ്ടി കിട്ടിയപ്പോൾ അതിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതിന് കൈ കൊട്ടുകയാണ്. ഓ, ഇതെവിടെയാണ് നമ്മൾ എത്തിയേ? പാർക്കില്ലേ? ഇതാണ് നമ്മൾ വന്ന പരശി പാർക്ക്. ഇതിന് വവ്വാൽ പാർക്ക് എന്നും കൂടി ഒരു പേരുണ്ട്. ഇവിടെ നിപ്പയൊക്കെ വന്ന വേഗം അടച്ചിടും. അപ്പം റിഹാൻ റയാൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോയ്ക്ക് പെട്ടെന്ന് നിന്നു കൊടുക്കില്ല, ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നദി വന്നിട്ടില്ല, നദി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെടിയുണ്ടോ? നിറച്ചുണ്ട് ഇല്ലേ? അക്കോട് കുറേ ആയി പറയുന്നു പാർക്ക് കൊണ്ടുപോകുന്നു, പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് പറ്റി. ന്യൂ ഇയർ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് പാർക്കിൽ വരാമെന്ന്. അക്കുഡൂസിന് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളും കുറേ കാലത്തിന് ശേഷം മനസ്സ് തുറന്ന് ചിരിച്ചു. ഒരുപാട് ഹാപ്പി ആയിരുന്നു കുറച്ച് നല്ല നേരം. അങ്ങനെ നമ്മുടെ അക്കുടു എല്ലാത്തിലും കയറി തുടങ്ങിയിരിക്കുകയാണ്. റിഹാൻ എല്ലാത്തിലും കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അപ്പം റയാൻ എപ്പോഴും വിളിക്കുന്ന നെതിയാന്ന് വിളിക്കുന്ന നെതിയമ്മച്ചി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ നമ്മൾ ചെറിയ കുട്ടികളാവും. ഇപ്പം നദിയും റയാനൊക്കെ ഊഞ്ഞാലാണെന്ന തിരക്കിലാണ്. അക്കുഡൂസിന് ഏതിലാണ് കയറണ്ടേന്നൊരു കൺഫ്യൂഷൻ. ഇതപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തയിലേക്ക് അവൻ പോവും. ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അക്കുഡു അടുത്തയിലേക്ക് കയറിയിട്ടുണ്ട്. അവൻ അവിടെ പോയിട്ട് രണ്ട് ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഒന്ന് ഈ ഊരുന്നതും വേറൊന്ന് നമ്മളുള്ളിൽ കൂടി പോയിട്ട് ഊരിക്കൊണ്ട് പോവില്ല, അങ്ങനത്തെ. ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു അവൻ ഈ പൊക്കത്തൊക്കെ കയറുമ്പോൾ. പക്ഷേ അവൻ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു. അവൻ നന്നായി അടിച്ച് പൊളിക്കുമായിരുന്നു, ഫുള്ളായി ഓടിക്കളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ന്യൂ ഇയർ ആയിട്ടും. പക്ഷേ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരാനാകുമ്പോഴത്തേക്ക് നിറച്ച ആൾക്കാർ വന്നായിരുന്നു. അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല സുഖമായിരുന്നു. ഇതാണ് അവൻ്റെ നെതിയമ്മച്ചി. അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ അവൻ്റെ കൂടെ തന്നെ കളിച്ച് നടക്കും. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഇടയിലേക്ക് ഞാനോ വേറെ ആരുമില്ല. അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ കുട്ടി അതേ പ്രായമാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇത് റിഹാൻ ഊഞ്ഞാലാടുകയാണ്. ഇപ്പോൾ അവന് ഊഞ്ഞാലാടണം. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഒന്ന് ഊഞ്ഞാലാടിയാലോ എന്ന്. അങ്ങനെ ഞാനും കയറിയാടി. നല്ല രസമായിരുന്നു കേട്ടോ. നിറച്ച് മരത്തിൽ എല്ലാത്തിലും ഊഞ്ഞാൽ കെട്ടി വെച്ചിരിക്കുക അവിടെ. ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും വന്നിരുന്ന് നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അങ്ങനെ നന്നായിട്ട് കുറേ നേരം ഊഞ്ഞാലാടി. ഞാൻ ഇറങ്ങിയപ്പം ഇതാ നദിയമ്മച്ചി റിഹാൻ എല്ലാം ആടുമായിരുന്നു. ഫ്രണ്ടിൽ 2-3 ചേച്ചിമാരുണ്ട്. റയാൻ അന്തം വിട്ട് വന്ന് നോക്കി നിൽക്കുവേ, ഇതിലാരാ ചെറുത്, ഞാനാണോ ഇവരാണോ എന്ന്. അതിൻ്റെ ഇടയിൽ റിഹാൻ ഒരാഗ്രഹം ഇതിൽ കയറി ഒന്ന് കറങ്ങണമെന്ന്. അപ്പോൾ അക്കുഡൂസ് ഇതാ ഇക്കാക്കാനെ വട്ടം കറക്കി കൊടുക്കുന്നുണ്ട്. എന്താല്ലേ, എല്ലാവരും ചെറുതാണ്, അതൊരു രസമല്ലേ അല്ലേ? ഇവിടെ മുഖമൊന്ന് കാണിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് പാർക്ക് ഫുൾ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഈ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പുഴയിരിക്കുന്നത്. അപ്പം പിന്നെ നിറച്ച് ഇല്ലി അതൊക്കെയാണ്, നല്ല ഭംഗിയാണ് അതിലെ കൂടി നടക്കാനൊക്കെ. ഇതാണ് പുഴ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റയാൻ്റെ സതിയമ്മേനെ കണ്ടു. ഇതാ അവിടെ ഉണ്ട്. സതിയമ്മയ്ക്ക് കേക്ക് മുറിക്കുക. അവരെന്തോ ഒരു പരിപാടിയാണ്, എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. നമ്മൾ അവർക്കൊരു ഹായ് കൊടുത്തു. മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു. അതെന്താ ഒച്ച? വെള്ളം വീഴുന്നയാ? പൈപ്പ് പൊട്ടിയതാ? വെള്ളച്ചാട്ടമല്ല, പൈപ്പ് പൊട്ടിയതല്ലേ? നിനക്കറിയില്ല, അവൻ കാണിച്ചു തരും. അതിൻ്റെ ഇടയിൽ അക്കുടു ഞങ്ങൾ പിന്നെ ഒന്ന് ഊഞ്ഞാലൊക്കെ ഇരുത്തി ആട്ടി തന്നു. പിന്നെ ഇതാണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അക്കുഡൂസിന് ഇവിടെ വന്നിട്ട് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട
ഒരു സംഭവമാണിത്. പക്ഷേ എനിക്ക് ഇവനെ അതിലാദ്യം കയറ്റാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് കയറി ഊരാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ ഊരിയിട്ടോ. കാരണം അവന് ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങ് വരണ്ടേ. പക്ഷെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇതിൽ കയറണമെന്ന്. അപ്പോൾ റിഹാൻ പറഞ്ഞു, ഉമ്മച്ചി ഞാൻ അവനെ മടിയിലിരുത്തിയിട്ട് കൊണ്ടുവരാമെന്ന്. അപ്പം ഞാനിങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണ്, എന്താ വരാത്തേ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നോക്കുമ്പോൾ ഭയങ്കര വർത്താനമൊക്കെ ആയിരുന്നു. ഇതാ ചിരിച്ചോണ്ട് റിഹാൻ്റെ മടിയിലിരുന്നുകൊണ്ട് വരുന്നു. അതിനുശേഷം അവൻ ഭയങ്കരമായിട്ട് ഓടി ഓടിപ്പോയി എല്ലാത്തിലും ഓടി നടന്ന് കയറുമായിരുന്നു. പക്ഷേ അവന് ആ നേരത്തെ കണ്ട അതിൽ തന്നെ കയറി കളിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം. പിന്നെ വല്ലപ്പോഴും അല്ല ഇങ്ങനെയൊക്കെ വരുന്നത്. അവൻ അതിൽ കയറി മെല്ലെ ഇറങ്ങി. കാരണം അതിൽ കയറാൻ പറ്റില്ല. റിഹാൻ അതിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുക. റിഹാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ അക്കുഡൂസ് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് നേരത്തെ ഊരിയയിൽ തന്നെ ഊരാൻ വേണ്ടി പോയി. അപ്പോൾ അവനൊരു ആഗ്രഹം ഞാനും കൂടെ കയറണമെന്ന്. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഒന്ന് കയറിയേക്കാന്ന്. പക്ഷെ വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. മെല്ലെ കയറി അവൻ്റെ കൂടെ അവൻ മുമ്പിൽ ഊരുന്നു, ഞാൻ ബാക്കിലുമായിട്ട് ഊർന്നിങ്ങ് പോന്നു. ദീത്തിയും റിഹാനൊക്കെ പുറത്തു നിന്ന് ഭയങ്കര ചിരിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇതാ കിടന്നിട്ടൊക്കെയാണ് അക്കുഡൂസ് ഇതിൻ്റെ ഉള്ളിൽ കൂടി വരുന്നത്, കണ്ടില്ലേ. അങ്ങനെ സമയം ഒരുപാടായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അക്കുഡൂസിനെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.